രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെയാണ് കരുനാഗപ്പള്ളിയെ മാത്രമല്ല കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകം നടു റോഡിൽ നടന്നത്. ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊല്ലുന്നു. മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 8 പ്രതികളും ഇപ്പോൾ പിടിയിലായി എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി സാഹസികമായാണ് പോലീസ് ഈ പ്രതികളെ പിടിച്ചത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് വിശദമായി തന്നെ നമ്മൾ രാവിലെയിൽ പ്രേക്ഷകർക്കായി ഈ വാർത്ത എടുക്കും. മറ്റൊന്ന്, സംഘർഷം, ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്നു. ഇറാന്റെ വിവിധ മേഖലകളിൽ ആക്രമണമുണ്ടായി. തിരിച്ച് ഇറാനും ഗൾഫ് രാജ്യങ്ങളിൽ തിരിച്ചടിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. തലക്കെട്ടുകൾ. അലുവ അതുൽ കൊലക്കേസിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. പ്രതികൾ സഞ്ചരിച്ച വാഹനവും കസ്റ്റഡിയിൽ. പിടിയിലായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ ആക്രമണം തുടർന്ന ഇസ്രായേലും അമേരിക്കയും 15 പേർ കൊല്ലപ്പെട്ടു. കുവൈറ്റ് വിമാനത്താവളത്തിൽ റഡാർ ആക്രമണം നടത്തി ഇറാൻ. LPG പ്രതിസന്ധി നേരിടാൻ ശക്തമായ നടപടികളുമായി രാജ്യം. ഇന്ത്യൻ കപ്പൽ ശിവാലിക് നാളെ മുന്ദ്ര തുറമുഖത്തെത്തും. കൂടുതൽ കരുതൽ നടപടികളുമായി സംസ്ഥാന സർക്കാരും. സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ വാർ റൂം സജ്ജം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. മുന്നണികളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവം. കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുന്നു. ഹൈക്കമാൻഡിന്റെ അനുനയ ശ്രമങ്ങളിൽ വഴങ്ങാതെ കെ സുധാകരൻ. ഇന്നലെയാണ് കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകൽ നടു റോഡിൽ അലുവ അതുൽ എന്ന ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണമുണ്ടായിരുന്നു. പട്ടാപ്പകലാണ് സംഭവം ഉണ്ടായത്. അതുമാത്രമല്ല, യാതൊരു തരത്തിലും മുഖം മറയ്ക്കാതെ പരസ്യമായുള്ള കൊലപാതകം, പ്രതികളെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതികളെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ എളുപ്പമായിരുന്നു. പ്രതികളിലേക്ക് എത്തുക എന്നുള്ള അടുത്ത കടമ്പയാണ് പോലീസ് ഇന്നലെ രാത്രിയോടെ കടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ട 4 പേരെ മുണ്ടക്കയത്തിന് അടുത്ത് നിന്ന് പോലീസ് പിടികൂടി. കോട്ടയം പോലീസ് പിടിച്ച പ്രതികളെ കൊല്ലം പോലീസിന് ഇന്നലെ തന്നെ കൈമാറി. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം. ഇത്തരത്തിൽ പ്രതികളെ പിടികൂടിയ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇന്നലെ പുതിയകാവിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡിൽ ജനങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു അലുവ അതുലിനെ അക്രമി സംഘം കൊലപ്പെടുത്തിയത്. കഴുത്തിൽ വെട്ടി, എഴുന്നേറ്റ് നടക്കാതിരിക്കാനായി ഇടുപ്പിലും വെട്ടി, അതിനുശേഷം സ്റ്റിയറിങ്ങിനിടയിൽ കുടുങ്ങിയ കാലും വെട്ടിയെടുത്തു എന്ന അത്തരത്തിൽ അതിക്രൂരമായാണ് ഈ അലുവ അതുലിനെ കൊലപ്പെടുത്തിയത്. ഇയാളും അത്ര മോശക്കാരനല്ല. മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയാണ്. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് വീട്ടിൽ കയറി ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയ, അത് ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു, ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയാണ്. ഇയാളും മറ്റൊരു പ്രതിയും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒപ്പിട്ടതിനൊക്കെ ശേഷം, നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മടങ്ങി വരും വഴിയാണ് ഈ കൊലപാതകം സംഘടിപ്പിച്ചത്. കൊലപാതകം അവർ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പ്രതികൾ രക്ഷപ്പെടുന്നു. മുണ്ടക്കയം ഭാഗത്തേക്കാണ് രക്ഷപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച കാറും മറ്റും പോലീസ് മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് സാഹസികമായി ഈ പ്രതികളെ, നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രതികളെ പിടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീഷ് കുമാർ ചേരിയാണ്. വിനീഷ്, ഈ 4 പേർ ഇപ്പോൾ മൊത്തം 8 പേരാണെന്ന് തോന്നുന്നു അല്ലേ പിടിയിലായത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതിൽ നേരിട്ട് പങ്കെടുത്ത 4 പേരെ രാത്രിയാണ് പിടിച്ചത്.
അതെ, തീർച്ചയായും രഞ്ജിത്ത്. കരുനാഗപ്പള്ളിയിലെ പട്ടാപ്പകൽ ഗുണ്ടാ നേതാവ് അലു അതുലിനെ നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് മുഴുവൻ പ്രതികളെയും പിടിയിലായിരിക്കുന്നത്. ഇതിൽ 8 പ്രതികളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. 4 പേരെ ആദ്യം തന്നെ പിടികൂടിയിരുന്നു. ഇതിൽ 2 പേര് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നാണ് അവരെ പിടികൂടിയത്. അതിൽ തഴവ സ്വദേശി നൌഫലുണ്ട്, ചവറ തെക്കമ്പാകം സ്വദേശി ഷിനു പീറ്റർ എന്നിവരായിരുന്നു ഉണ്ടായത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച ചില നിർണായക വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ വ്യാപിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 4 പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. നമുക്കറിയാം, ജില്ലാ അതിർത്തി അടക്കം സംസ്ഥാന അതിർത്തി അടക്കം വലിയ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഈ പ്രതികൾ സഞ്ചരിക്കാൻ ഇടയുള്ള ഭാഗങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്നു പിടികൂടാനായത്. അങ്ങനെ ഈ കോട്ടയം മുണ്ടക്കയത്തിന് സമീപത്ത് വെച്ചാണ് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഉപേക്ഷിച്ചിട്ട് പ്രതികൾ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി. ഓടിയപ്പോഴാണ് നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി പിടികൂടിയത്. നമുക്കറിയാം, ഈ സംഭവം ഉണ്ടാകുന്നതിന് കഴിഞ്ഞ ദിവസമാണ് ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങി 1ാം പ്രതിയായ അലുവ അതുൽ കാർ തടഞ്ഞു നിർത്തി ഒരു സംഘം അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സൂചിപ്പിച്ചതുപോലെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഇതിന്റെ ഈ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നിരുന്നത്. അപ്പം ഈ അലുവ അതിലിനോടൊപ്പം ഒരു കൂട്ടുപ്രതി കൂടി ഉണ്ടായിരുന്നു. അയാളുടെ കൈക്ക് ഗുരുതരമായി വെട്ടേറ്റിരുന്നു. അയാളും ഇപ്പോൾ ആശുപത്രി ചികിത്സയിൽ കഴിയുകയാണ്. അയാളിൽ നിന്ന് ലഭിച്ച വിവരം മനു എന്നാണ് ആ കൂട്ടുപ്രതിയുടെ പേര്. മനുവിൽ നിന്ന് ലഭിച്ച ചില നിർണായക വിവരങ്ങളാണ് ആരാണ് ഈ കൊലപ്പെടുത്തിയതെന്നടക്കം പോലീസിന് വ്യക്തമാവുകയും അതുപോലെ തന്നെ അതിന്റെ ദൃശ്യങ്ങളടക്കം വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് വ്യാപിപ്പിച്ചത്. എന്തായാലും മുഴുവൻ പ്രതികളെയും പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇവരെ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ കേസിൽ മറ്റ് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനം നടത്തുന്നവരെ എല്ലാം തന്നെ പിടികൂടും എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഉറപ്പ് നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഏതായാലും അലുവ അതുൽ കൊലപാതകം ഇന്നലെ നടന്ന ഈ കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെല്ലാം പിടിയിലായി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൽ പ്രത്യക്ഷമായി അല്ലെങ്കിലും പരോക്ഷമായി ബന്ധമുള്ള പ്രതികളെ അടക്കം പിടിക്കാനുള്ള ശ്രമം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പഴുതുകളും അടച്ചാണ് അന്വേഷണം. കരുനാഗപ്പള്ളിയെ ഞെട്ടിപ്പിച്ച ഈ സംഭവം വല്ലാതെ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായി എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തുവരുന്നു. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഹോർമുസ് കടലിടുക്ക് വഴി US-ൻ്റെയും ഇസ്രായേലിൻ്റെയും ഒഴിച്ച് മറ്റെല്ലാ കപ്പലുകൾക്കും യാത്ര ചെയ്യാമെന്ന നിർണായക പ്രഖ്യാപനം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. തങ്ങളുടെ ശത്രുരാജ്യങ്ങൾക്കും അവരുടെ സഖ്യകക്ഷികൾക്കും മാത്രമാണ് വിലക്കുള്ളതെന്നും വിശദീകരണം വരുന്നുണ്ട്. ഹോർമുസിൻ്റെ സുരക്ഷയ്ക്കായി ലോകരാജ്യങ്ങൾ തങ്ങളുടെ നാവിക കപ്പലുകൾ അയക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ജീവനോടെ ഉണ്ടെങ്കിൽ ഉടൻ കീഴടങ്ങാനും ട്രംപിന് നിർദ്ദേശമുണ്ട്. ഇതിനിടെ ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ രാത്രിയും US ആക്രമണം രൂക്ഷമായിരുന്നു. 15ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ആക്രമണമുണ്ടായി. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇത് ഇന്ത്യക്ക് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം വലിയ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുകയായിരുന്നു. ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കപ്പലുകൾക്കും ഇത്തരത്തിൽ യാത്ര ചെയ്യാം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഇനിയുള്ള കപ്പലുകൾ കൂടി കടന്നു വരും ഹോർമുസ് വഴി എന്ന് കരുതണം. തീർച്ചയായിട്ടും ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയാണ് നിലവിൽ ഇത്തരം ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. അദ്ദേഹം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം. അതായത് അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയത് ലോകരാജ്യങ്ങളെ ഒട്ടാകെ ഈ ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനെതിരാക്കാൻ നോക്കുകയാണ്. ഈ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ട്. എന്നാൽ ഇത്തരമൊരു കാര്യം അത് സത്യമല്ല. ഹോർമുസ് കടലെടുക്ക് അത് ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്. ഹോർമുസ് കടലെടുക്ക് അടച്ചതായി അങ്ങനെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടില്ല. അത് അടഞ്ഞു കിടക്കുന്നത് ഇറാനും അമേരിക്കയ്ക്കും മാത്രമാണ്. അല്ലാതെ മറ്റെല്ലാ രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഹോർമുസ് കടലെടുക്ക് വഴി പഴയതുപോലെ തന്നെ യാത്ര ചെയ്യാമെന്നാണ് അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തങ്ങളുടെ ശത്രു രാജ്യങ്ങളും അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന സഖ്യകക്ഷികളുടെ കപ്പലുകൾക്കും ഇതുവഴി തീർച്ചയായിട്ടും വിലക്കുണ്ട് എന്നുകൂടി അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ 2 ട്രൂത്ത് സോഷ്യൽ
പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം രാത്രി പുറത്തു വന്നിരുന്നു. അതിൽ ആദ്യത്തെ ഒരു പോസ്റ്റിൽ അദ്ദേഹം അവകാശപ്പെട്ടത് നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ഹോർമുസ് കടലിടുക്കിലേക്ക് അയക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കടലിടുക്കിൻ്റെ സുരക്ഷ അത് ലോകരാജ്യങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ ആദ്യം ഒരു പോസ്റ്റ് വന്നിരുന്നു. ഇതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ചൈന, ഫ്രാൻസ്, ജപ്പാൻ, സൗത്ത് കൊറിയ, UK ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇവിടേക്ക് കപ്പലുകളെ അയക്കും എന്നാണ് തങ്ങളുടെ പ്രതീക്ഷ എന്ന് US വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ട്രംപിൻ്റെ ഈ പോസ്റ്റിന് പിന്നാലെ ചൈനയും അതുപോലെ UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ തങ്ങൾ നാവികസേന കപ്പലുകളെ ഹോർമുസിലേക്ക് അയക്കുന്നില്ല എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ട്രംപിൻ്റെ ആ ഒരു വാദത്തെ പൂർണ്ണമായിട്ടും ഈ 3 രാജ്യങ്ങളും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ട്രംപ് മറ്റൊരു പോസ്റ്റ് കൂടി ട്രൂ സോഷ്യലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രംപ് പറഞ്ഞത് ഈ ഇറാനെ US പൂർണ്ണമായിട്ടും എല്ലാ വിധത്തിലും തകർത്ത് കഴിഞ്ഞു. അവരെ ഇപ്പോൾ ആർമി പരമായിട്ടും അവരെ സാമ്പത്തികപരമായിട്ടും പൂർണ്ണമായിട്ടും തകർത്ത് കഴിഞ്ഞു. ഈ ഹോർമുസ് കടലെടുക്ക് വഴി ക്രൂഡ് ഓയിൽ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങളുടെയും കൂട്ടുത്തരവാദിത്തമാണ് ഈ മേഖലയുടെ സുരക്ഷ എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി US തങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും നൽകാൻ തയ്യാറാണ്. മറ്റ് രാജ്യങ്ങൾ കൂടി തങ്ങളുടെ കപ്പലുകളെ ഇവിടേക്ക് അയക്കണം എന്നുള്ള കുറച്ചുകൂടി ഒരു അഭ്യർത്ഥന നിറഞ്ഞ സ്വരവുമായി ട്രംപ് രണ്ടാമതൊരു പോസ്റ്റുമായി വന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം മറ്റൊരു NBC ന്യൂസിനൊരു അഭിമുഖം നൽകിയിരുന്നു. ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവ് അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഉടൻ തന്നെ കീഴടങ്ങണം. അതാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപ് സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാൻ ഈ ഹോർമുസ് കടലിടുക്കിൽ ഉള്ള നിയന്ത്രണം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ അടുത്തിടെ അവർ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഒരു 3 ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ട്രംപ് പറഞ്ഞത് ഇറാനുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല, അവർ മുന്നോട്ട് വെച്ച ഉപാധികളും അംഗീകരിക്കാനാകില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിനിടെ ആക്രമണവും ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ വിവിധ മേഖലകളിൽ അജയ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഇറാന്റെ വിവിധ മേഖലകളിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി വീണ്ടും ആക്രമണം കടുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇന്നലെയൊക്കെ നേരത്തെ അജയ് പറഞ്ഞതുപോലെ ഹോർമുസ് കടലിലേക്ക് പിടിച്ചെടുക്കാൻ അതിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്ക ശ്രമം ആരംഭിച്ചിരുന്നു. മറ്റ് സഖ്യകക്ഷികളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചിരുന്നു. UK അടക്കമുള്ള ആളുകളെ, ഒപ്പം ഗൾഫ് രാജ്യങ്ങളെയും ട്രംപ് ക്ഷണിച്ചിരുന്നു. പടക്കപ്പലുകളും മറ്റും അയച്ച് സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥന നടത്തിയത്. പക്ഷേ അതിനോട് അധികം രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും ശത്രു രാജ്യങ്ങളോടല്ലാതെ തങ്ങൾക്ക് യാതൊരു വൈരാഗ്യവുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും അതിന് പിന്നാലെ ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്യുകയാണ്. ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടല്ലോ. ഇന്നലെ കുവൈറ്റിലടക്കം US-ൻ്റെ പല സൈനിക മേഖലകളിലും ഇറാൻ പ്രത്യാക്രമണം നടത്തിയെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഗൗരവതരമാണ്. ഖത്തറൊക്കെ പറയുന്നത് പല മിസൈലുകളും ഡ്രോണുകളും തങ്ങൾ തടുത്തു എന്നാണ്. പക്ഷേ അപ്പോഴും ഒട്ടും വീര്യം കുറയാതെ ഇറാൻ പ്രത്യാക്രമണം തുടരുന്ന പശ്ചാത്തലവും ഗൗരവതരമാണ്. അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ്റെ ആക്രമണം അതും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇറാനുള്ളിൽ കഴിഞ്ഞ ദിവസം ചില ആക്രമണങ്ങൾ നടന്നിരുന്നു. വിവിധ പ്രവിശ്യകളിലായി 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ഐലൻഡിലും US-ഉം ഇസ്രായേലും ഒരു സംയുക്ത ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഇതുൾപ്പെടെ അബ്ബാസ് അരക്ചി അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതായത് ഈ ഖാർഗ് ഐലൻഡിലുണ്ടായിട്ടുള്ള ആക്രമണം അത് ഒരിക്കലും ക്ഷമിക്കാനാകുന്നതല്ല. ജനവാസ മേഖലയോട് വളരെ അടുത്തുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് ഇത്തരത്തിൽ US-ഉം ഇസ്രായേലും ആക്രമണം നടത്തിയത്. ഇതിന് തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്നും അബ്ബാസ് അരക്ചി പറഞ്ഞിരുന്നു. ഈ ഖാർഗ് ഐലൻഡിലുള്ള ഈ എണ്ണ വിതരണ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ UAE-യിലുള്ള ഈ ഫുജൈറ ഓയിൽ റിഫൈനറി കേന്ദ്രത്തിൽ ഒരു തീപിടുത്തമുണ്ടായി. അത് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലായിരുന്നു ഇവിടെ ഒരു തീപിടുത്തമുണ്ടായത്. ഇതിൽ ഒരു ജോർദാൻ സ്വദേശിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ ഡ്രോൺ ആക്രമണത്തിൽ അവിടുത്തെ റഡാർ സിസ്റ്റം അത് പൂർണ്ണമായിട്ടും തകർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഇറാന്റെ സൈനിക വിഭാഗമായിട്ടുള്ള IRGC-യുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതായത് ഗൾഫ് നാടുകളിലുള്ള ഈ US ഈ റിഫൈനറികൾക്ക് സമീപവും അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപവും താമസിക്കുന്ന ജനങ്ങളോട്
തൊഴിലാളികളോട് എത്രയും വേഗം മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് IRGC ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ US-ന്റെ പ്രധാനപ്പെട്ട ബിസിനസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും അബ്ബാസ് അറക്ചിയും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതിനെ തുടർന്ന് മേഖലയിലൊട്ടാകെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളിലേക്കും ഇതിന് പിന്നാലെ ഡ്രോൺ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ UAE, അതുപോലെ ഖത്തർ, ജോർദാൻ, പിന്നെ സൗദി അറേബ്യ ഇവിടങ്ങളിലൊക്കെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. സൗദി അറേബ്യ ഇന്ന് രാവിലെ മാത്രം 3 ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ US-ന്റെ ഒരു റീഫ്യൂവലിംഗ് വിമാനം ഇറാഖിൽ തകർന്നു വീണു എന്നുള്ള വാർത്തകൾ നമ്മൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിലുള്ള 6 സൈനികരും, ഈ വിമാനത്തിലുണ്ടായിരുന്ന 6 സൈനികരും കൊല്ലപ്പെട്ടതായി US നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തത് ഇറാഖിലെ ഒരു സായുധ സേനയായിട്ടുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ആണ്. അതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് ചില സൗഹൃദ രാജ്യങ്ങൾ, തങ്ങളുടെ തുർക്കി, അതുപോലെ ഇറാഖ് അടക്കമുള്ള തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് US-ഉം ഇസ്രായേലും ഇറാന്റെ അതേപോലെയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. എന്നിട്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഇറാന്റെ തലയിലിടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് ഇറാന്റെ ഖദം അൽ അബിയ എന്ന് പറയുന്ന മിലിറ്ററി വിങ് അറിയിച്ചിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണിത്. തുർക്കിയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഉൾപ്പെടെ തുർക്കി ഇറാന് കടുത്ത രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ മറുപടി എന്ന് കൂടി പറയുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ആക്രമണത്തിന് കുറവില്ല. പ്രസ്താവനകൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇറാനും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിൽ പാചകവാതക പ്രതിസന്ധി നമുക്കറിയാം രാജ്യത്ത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കേരളത്തിലും അതിൻ്റെ പ്രതിഫലനം കഴിഞ്ഞ ഒരാഴ്ചയായി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോട്ടലുകൾ പൂട്ടുന്നു, ഒപ്പം ബേക്കറികളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. അത്തരത്തിൽ വീടുകളിലും സമാനമായ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് കടന്നു വരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇത് നേരിടുന്നതിനൊക്കെ സംസ്ഥാന സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ ഒരു വാർ റൂം ഇപ്പോൾ സജ്ജമാക്കി എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. പൊതുമേഖലാ ഗ്യാസ് ഏജൻസികളുടെ സ്റ്റോക്ക്, വരവ്, വിതരണം, നീക്കിയിരിപ്പ് അടക്കമുള്ള വിവരങ്ങളെല്ലാം ദിവസവും 11 മണിക്ക് മുൻപായി പൊതുവിതരണ വകുപ്പ് ശേഖരിക്കും. വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലെ നിയന്ത്രണത്തിൽ ഇളവുകൾ നൽകണമെന്ന് ഓയിൽ കമ്പനികളോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൃദ്ധസദനങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, സുഭിക്ഷാ ഹോട്ടലുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകാനാണ് തീരുമാനം. ആഗോള സാഹചര്യങ്ങളും യുദ്ധപ്രതിസന്ധികളും കാരണം പാചകവാതക വില കുതിച്ചുയരുന്ന കാലത്ത് സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് അതിന് പരിഹാരം കണ്ടെത്തുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ നടക്കാവിലെ PP നാരായണൻ എന്ന ക്ഷീര കർഷകൻ. തൻ്റെ ഫാമിലെ പശുക്കളുടെ ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് വഴി ഇന്ധന സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് അദ്ദേഹം. പോലീസ് സേനയിൽ നിന്നും SI ആയി വിരമിച്ച ശേഷമാണ് PP നാരായണൻ പശുപരിപാലനം ആരംഭിച്ചത്. 2020 കേരള സർക്കാരിന്റെ MSTP പദ്ധതി അനുസരിച്ച് ലഭിച്ച 10 പശുക്കളുമായായിരുന്നു തുടക്കം. നിലവിൽ 25 പശുക്കളുള്ള ഫാമിൽ നിന്നും ലഭിക്കുന്ന ചാണകം ഉപയോഗിച്ചാണ് ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. ചാണകവും ഫാം കഴുകുന്ന വെള്ളവും നേരിട്ട് ടാങ്കിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള ബയോഗ്യാസ് പ്ലാന്റിന്റെ കപ്പാസിറ്റി കുറവാണ് എന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഏകദേശം 6 ലക്ഷം രൂപ ചെലവിൽ 33 m³ ശേഷിയുള്ള പുതിയ പ്ലാന്റ് നാരായണൻ നിർമ്മിച്ചു. ഇതിലൂടെ ലഭിക്കുന്ന ഗ്യാസ് വീടുകളിലെ ഉപയോഗം കഴിഞ്ഞ് മിച്ചമാണ്. പുതുതായി 25 പശുക്കളെ കൂടി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. പാചകത്തിന് മാത്രമല്ല, ഫാമിലെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാനും ഗ്ലോബൽ ഗ്യാസ് പ്ലാന്റിൽ നിന്നും സാധിക്കുമെന്ന് നാരായണൻ പറയുന്നു. പുതിയ പ്ലാന്റ് കൂടി പ്രവർത്തിക്കുന്നതോടെ ഗ്യാസ് സിലിണ്ടറുകളാക്കി വിപണനം നടത്താനുള്ള സാധ്യതകൾ തേടുകയാണ് ഇദ്ദേഹം ഇപ്പോൾ. വീടുകളിലേക്കുള്ള ഗ്യാസ് എനിക്ക് കിട്ടും, വർക്ക്ഷോപ്പിലേക്കുള്ള ഗ്യാസ് കിട്ടും, ഈ സുവിത്തിലേക്കുള്ള ഫാനും മറ്റും കറങ്ങാനും, ഫാനും ലൈറ്റും ഇതൊക്കെ കറക്കാൻ ആവശ്യമായ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ തന്നെ എനിക്ക് സാധിക്കും. പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗ്യാസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് സിലിണ്ടറാക്കി വിൽപ്പന നടത്താൻ സാധിക്കുമോ എന്ന് ഒരു പരീക്ഷണം കൂടി ഞാൻ നടത്തുന്നു. കഴിഞ്ഞ 6 വർഷമായി തന്റെ ഫാമിൽ ഈ സംവിധാനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നാരായണൻ ഇന്ധന പ്രതിസന്ധിക്ക് പ്രായോഗികമായ ഒരു ബദൽ മാർഗമുണ്ട് എന്ന് തെളിയിക്കുകയാണ്. മിൽമയുടെ ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. ന്യൂസ് 18 തൃക്കരിപ്പൂർ.
പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ ബദൽ മാർഗങ്ങളിലേക്ക് തിരിയുകയാണ് ഗാർഹിക ഉപഭോക്താക്കളും. നഗരമേഖലകളിൽ ഇൻഡക്ഷൻ കുക്കറിനാണ് ആവശ്യക്കാർ കൂടുതലും. പലയിടത്തും അതേസമയം ഇൻഡക്ഷൻ കുക്കറും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ആവശ്യക്കാർ കൂടിയതോടെ പുതിയ സ്റ്റോക്കുകൾക്ക് വിലയും കൂടാനാണ് സാധ്യത. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ പലരും പല മാർഗങ്ങളിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾ വിറകടുപ്പ് പോലുള്ള സംവിധാനങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുന്നു. പക്ഷേ നഗരത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അങ്ങനെ വിറകടുപ്പ് സംവിധാനങ്ങളിലേക്ക് പോകാൻ എല്ലാവർക്കും തന്നെ കഴിയണമെന്നില്ല. ഹോട്ടലുകളിൽ മാത്രമല്ല, വീടുകളിലും എല്ലാം തന്നെ അതൊരു പ്രതിസന്ധി തന്നെയാണ്. നാട്ടിൻപുറങ്ങളിലാകുമ്പോൾ വിറകടുപ്പ് വീട്ടിൽ ഒരുക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം വരും. നഗരത്തിലേക്ക് വരുമ്പോൾ, കൂടുതലും ഫ്ലാറ്റുകളിലേക്ക് എല്ലാം വരുമ്പോൾ പിന്നെ ആശ്രയിക്കാവുന്നത് ഇൻഡക്ഷൻ കുക്കർ സംവിധാനങ്ങളെയാണ്. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ എന്താണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമെന്നത് നമുക്ക് നോക്കാം. ഇവിടെ കൊച്ചിയിലെ ഒരു ഷോറൂമിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇൻഡക്ഷൻ കുക്കർ അത് വാങ്ങാനായിട്ട് വന്നവർ അത് ഇവിടെ പേര് വിവരങ്ങളും ഫോൺ നമ്പറും എല്ലാം കൊടുത്തു പോയിരിക്കുന്ന നീണ്ട ഒരു ലിസ്റ്റാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമെന്ന് പറയുന്നത് ഇത് കിട്ടാനില്ല എന്ന രീതിയിലേക്ക് തന്നെ പോകുന്നു. ഇതിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ആവശ്യക്കാരാണ്. അതെ, ആവശ്യക്കാരാണ്. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇത്രയും ഒരു ഇത് വന്നത്. അതെ, നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 300-350 ഇൻഡക്ഷൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള വി-ഗാർഡ്, പ്രസ്റ്റീജ്, അതുപോലെ തന്നെ ഫിലിപ്സ്, അങ്ങനെ അത്യാവശ്യം കുറേ മൂവിങ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും കുറേ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ വിളിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗോഡൗൺസിൽ സ്റ്റോക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് ഗോഡൗൺസിലൊക്കെ സ്റ്റോക്ക് അതെ, ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇൻഡക്ഷൻ്റെ ഒക്കെ റാക്ക് വരുന്നത്. ഇത് ഇവിടെ ഈ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലൊരു ആവശ്യക്കാരൊന്നും ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു ഈ ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ പറയുന്നത്. വലിയ രീതിയിലൊരു ആവശ്യക്കാരൊന്നും വരാതിരുന്നൊരിടമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും കാലിയായിരിക്കുന്നു എന്നതാണ് ഇവർ പറയുന്നത്. ഇൻഡക്ഷൻ കുക്കർ അന്വേഷിച്ച് വരുന്നവർ, അതായത് ഇതിപ്പോൾ ഈ ഭാഗത്തുള്ളത് ഗ്യാസ് അടുപ്പാണ്. ഗ്യാസ് അടുപ്പ് ഇപ്പോൾ ഏതാണ്ട് ഒരു അലങ്കാര വസ്തു അല്ലെങ്കിൽ നോക്കൂത്തി പോലെ എല്ലാം തന്നെ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ഒരു ഗുണവുമില്ല എന്നുള്ള പറയുന്ന രീതിയിലേക്ക് താഴേക്ക് വരുമ്പോൾ ഇൻഡക്ഷൻ കുക്കറിന് അതിൻ്റെ വിവിധ ബ്രാൻഡുകളുടെ ഡെമോ മോഡലുകൾ മാത്രമാണ് ഇവിടെയുള്ളതിന് ഈ തട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വിൽപ്പന ഇതിനെല്ലാം തന്നെ ഉണ്ടായിരുന്ന ആവശ്യക്കാർ രാത്രിയും എല്ലാം തന്നെ അന്വേഷിച്ച് വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. എത്ര സ്റ്റോക്ക് എടുത്താലും അതെല്ലാം ചിലവ് എല്ലാം തന്നെ വിറ്റ് പോകുന്ന രീതിയിലെല്ലാം തന്നെയാണ് ആളുകൾ പറഞ്ഞിട്ട് പോയിരിക്കുക. എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വിൽപ്പനയൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രീതിയിലുള്ള സെയിലായിരുന്നു നമുക്ക് ഉണ്ടായത്. കസ്റ്റമർ വരിക, എടുത്തിട്ടും പോവുക, ആ രീതി തന്നെയായിരുന്നു. ബ്രാൻഡൊക്കെ നോക്കുന്നുണ്ടോ? അത് തെരഞ്ഞു മേടിച്ചു പോകണോ, അത് കിട്ടുന്നതും കൊണ്ട് പോകണോ? ബ്രാൻഡിന് ചോദിച്ച് വരുന്നുണ്ട്. കൂടുതൽ വി-ഗാർഡൊക്കെയാണ് കൂടുതലും പോകണത്. വി-ഗാർഡ്, പ്രസ്റ്റീജ്, അങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ് പോകുന്നത്. തീർന്നു കഴിയുമ്പോൾ കിട്ടിയതായി എന്നുള്ള രീതിയിൽ അതും പോകുന്നുണ്ട്. ശരാശരി ഒരാൾ എടുക്കുകയാണെങ്കിൽ എത്ര വോൾട്ട്, അങ്ങനെ അതും കൂടി ഇതിൽ കൂടെ പറഞ്ഞു പോലെ എന്താ അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താ? നമുക്ക് മാക്സിമം വാട്ട്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2200 വാട്ട്സാണ് നമുക്ക് മാക്സിമം വരുന്നത്. പിന്നെ അതിലും കുറഞ്ഞ വാട്ട്സുകൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് 1400 വാട്ട്സ് തൊട്ടാണ് വരുന്നത്. ഇപ്പോൾ 2 ടൈപ്പാണ് വരുന്നത്. ടച്ച് വരുന്നുണ്ട്, ബട്ടൺ വരുന്നുണ്ട്. ടച്ചിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് 2500 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഒരു വീട്ടിലേക്ക് സാധാരണ ഒരു മിനിമം ആവശ്യമൊക്കെ നടന്നു പോകണമെങ്കിൽ ഒരു 2000 വാട്ട്സ് ഉണ്ടെങ്കിൽ അത്ര നല്ലതെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതനുസരിച്ച് ആകുമെന്നുള്ളതൊന്നും ആരും നോക്കുന്നില്ല. അരി വേണമല്ലോ. അതെ, വാട്ട്സ് കൂടുന്നതനുസരിച്ച് കറണ്ടിന്റെ വേരിയേഷനും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊന്നും നോക്കാനുള്ള ആളുകൾ കൂടുതൽ വാട്ട്സുകളാണോ ചോദിക്കുന്നത്? വാട്ട്സ് കൂടുതൽ വാട്ട്സുകളാണ് ചോദിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ വി-ഗാർഡിൽ തന്നെ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞ മോഡൽ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മോഡൽ വരുന്നുണ്ട്. അതിനും എൻക്വയറി വരുന്നുണ്ട്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇൻഡക്ഷൻ കുക്കറിന്റെ ദിവസങ്ങളാണ്. ഈ വരുന്നവരൊക്കെ ഇനി എന്ന് വരാന്ന് പറഞ്ഞു പോയി, നിങ്ങൾ വിളിച്ചു പറഞ്ഞനുസരിച്ചാണോ വരുന്നത്? നമ്മൾ കുറേ പേരെയൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ കുറേ പേരൊക്കെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോഡൗണിൽ സ്റ്റോക്ക് വരുന്നതനുസരിച്ച് വേണം നമുക്ക് അവരെയൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട്. പിന്നെ കൂടുതലും പേര് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞ മോഡലിനാണ് എല്ലാവരും. കാരണം വെച്ചാൽ അതാകുമ്പോൾ എല്ലാ പാത്രവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡലാണ്. അതിനൊക്കെ ഏകദേശം ഒരു 3500 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഒരു 5 രൂപ വരെ എത്തുന്ന മോഡൽസാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതലും പേരും ചോദിച്ചു വരുന്ന ആ ഒരു മോഡലാണ്. നമുക്കിപ്പോൾ അത് കിട്ടാൻ പോലും ഇല്ല. ഏതായാലും പാചകവാതക പ്രശ്നം അത് സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വലുതാണ്. ഓരോ ദിവസവും ചെല്ലുന്തോറും അത് വിവിധ മേഖലകളിലേക്ക് കടന്നിരിക്കുന്നു. ഇതെങ്ങനെ പരിഹരിക്കണമെന്ന രീതിയിലേക്ക് കൃത്യമായൊരു ഉത്തരം നൽകാൻ ആർക്കും കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. കാരണം അത്രമേൽ വലിയ വിഷയങ്ങൾ
ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നടക്കുന്നത് കൊണ്ട് ഇതെന്ന് തീരും എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ അത് പാചകവാതകത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നു. അടുത്ത മാർഗം എന്തെന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. വിറകടുപ്പിലേക്ക് തിരിയുന്നവർ, ഇൻഡക്ഷൻ കുക്കറിലേക്ക് അടക്കം വഴിമാറുന്നവർ, അങ്ങനെ പലതുമുണ്ട്. ഏതായാലും ഈ ഇൻഡക്ഷൻ കുക്കർ ആ ഒരു വശത്ത് സൃഷ്ടിക്കുന്നൊരു പ്രതിസന്ധിയാണിപ്പോൾ. നിലവിലത് കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് അടക്കം വരികയാണ്. കാലിയായി കിടക്കുന്ന റാക്കുകളാണ് പല പ്രമുഖ ഇലക്ട്രോണിക് ഗൃഹോപകരണ രംഗം കൈകാര്യം ചെയ്യുന്നവരുടെ ഷോറൂമുകളിലുള്ളത്. ഏതായാലും ഇനി കാത്തിരിക്കുക, അടുത്ത സ്റ്റോക്ക് വരുമ്പോഴേക്കും അറിയിക്കാമെന്ന രീതിയിലേക്കെല്ലാമാണ് ഇപ്പോൾ പലയിടത്തും തന്നെയുള്ള അറിയിപ്പുകളായി വരുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അങ്ങനെ വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ സംശയത്തോടെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻഡക്ഷൻ കുക്കറിന് പോലും ഇപ്പോൾ ഡിമാൻഡ് കൂടി എന്നുള്ളതാണ് ഡാനി പോളിൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് പുതിയ LPG കണക്ഷൻ നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. PNG കണക്ഷൻ ഉള്ളവർക്ക് LPG സിലിണ്ടറുകൾ കൈവശം വെക്കരുതെന്നും നിർദ്ദേശമുണ്ട്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവിറക്കി. ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് ശേഷം ഉണ്ടായ ലഭ്യതക്കുറവ് പരിഹരിക്കാനാണ് കേന്ദ്രത്തിൻ്റെ ഈ നീക്കം. പാചകവാതക ഉൽപ്പാദനം 31% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. LPGയിൽ നിന്ന് PNGയിലേക്ക് മാറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ വാണിജ്യ ഉപഭോക്താക്കൾ അതിന് തയ്യാറാകണമെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടതോടെ നോമ്പുതുറ വിഭവങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്ന ബേക്കറികളിലും കടുത്ത പ്രതിസന്ധിയാണ്. ഗ്യാസ് ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയിരുന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ ദുരിതത്തിലായിരിക്കുകയാണ് ബേക്കറി ബോർമ ഉടമകൾ. പ്രതിസന്ധിയിലായ ബേക്കറി മേഖലയ്ക്ക് ഉണർവ് നൽകുന്ന കാലമാണ് റംസാനിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഏറെയാണ്. എന്നാൽ പാചകവാതക പ്രതിസന്ധി ഈ മേഖലയെയും സാരമായി ബാധിച്ചു. നോമ്പുതുറ വിഭവങ്ങളായ ചട്ടിപ്പത്തിരി, ഉന്നക്കായ, കായ്പോള, ഏലാഞ്ചി, ബനാന പാക്കറ്റ് തുടങ്ങിയവ എല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഗ്യാസ് തന്നെയാണ് ആശ്രയം. എന്നാൽ ഗ്യാസ് കിട്ടാക്കനി ആയതോടെ നോമ്പുതുറ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് പോലും നിർത്തി. തൊഴിലാളികളെ കിട്ടാനില്ലാത്ത സാഹചര്യമാണ് ഒന്ന്. അതിനിടയ്ക്ക് വിറക് കൂടെ ആയിക്കോട്ടെ തൊഴിലാളികൾ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മെനുവിൽ ഒരുപാട് മാറ്റം വരുത്തി, ഒരുപാട് ഐറ്റംസ് കുറച്ചിട്ടുണ്ട്. ചട്ടിപ്പത്തിരി, അതുപോലെ ഉന്നക്ക, ഒരുപാട് ഐറ്റംസ് ഈ ഗ്യാസ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റാത്ത ഒത്തിരി ഐറ്റംസ് ഒഴിവാക്കിയിട്ടുണ്ട്. പാചകവാതകം കിട്ടാതായതോടെ വിറകടുപ്പാണ് ആശ്രയം. വിറകടുപ്പിൽ ഉണ്ടാക്കുവാൻ കഴിയുന്നത് സമൂസയും കട്ട്ലറ്റും മാത്രമാണെന്ന് ബോർമ ഉടമകൾ പറയുന്നു. ചില ബേക്കറി ഉടമകൾ ഡീസൽ ഓവനെയും ആശ്രയിക്കുന്നുണ്ട്. ഗ്യാസ് പ്രതിസന്ധി തൊഴിലാളികളെയും ബാധിച്ചിട്ടുണ്ട്. ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൊഴിലാളികളെയും വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഉടമകൾ. പാചകവാതക പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത്. ന്യൂസ് 18 ഇടുക്കി. വാർത്താ ബുള്ളറ്റിൻ തുടരും ഇടവേളയ്ക്ക് ശേഷം. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂരിൽ അംഗീകാരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ ഇടത് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി. ഫുട്ബോൾ താരം എന്ന നിലയിലും സംഘാടകൻ എന്ന നിലയിലുമുള്ള സ്വീകാര്യത വോട്ടായി മാറുമെന്നും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരിൽ നിന്നും വോട്ട് ലഭിക്കുമെന്നും ഷറഫ് അലി ന്യൂസ് 18 പറഞ്ഞു. MSP മുൻ കമാൻഡന്റ്, ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം, സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ അധ്യക്ഷൻ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വമാണ് യു ഷറഫ് അലി. പക്ഷേ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നിലമ്പൂരിൽ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥി എന്ന തരത്തിലാണ്. പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല എന്നറിയാം, പക്ഷേ അദ്ദേഹം തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. എങ്ങനെയാണ് നിലമ്പൂരിലെ പ്രതീക്ഷകളൊക്കെ? ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഉള്ള അറിവ് വെച്ചിട്ട് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് കായിക മേഖലയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട്, ഒരു കായിക താരത്തിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ എന്നും സ്വതന്ത്രമായി ചിന്തിക്കുകയും വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. നമുക്കറിയാം, പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു പുതിയ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ തൊട്ട് പ്രദേശം എന്നതിലുപരിയായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വളരെ സുപരിചിതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ടാമതായിട്ട്, കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ മണ്ഡലത്തിലുണ്ടാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം, 9 വർഷം MLA ആയിരുന്ന അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്ന് പിന്നീട് പിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷം അടുത്ത കാലത്ത് എടുത്തു നോക്കിയാലും ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ അത് അത്രയ്ക്ക് ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ്.
ആ മണ്ഡലത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്വതന്ത്രനായിട്ട് എന്നെ പരിഗണിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത്ര പ്രാധാന്യമുള്ള മണ്ഡലമായതുകൊണ്ട് ആ പ്രാധാന്യമുള്ള ജയസാധ്യതയുള്ളൊരു മണ്ഡലത്തിലേക്ക് ഒരു കായിക താരത്തെ പരിഗണിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പൊതുവെ രാഷ്ട്രീയത്തിനതീതമായിട്ട് കുറച്ച് വോട്ടുകളെങ്കിലും നേടാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ നിലമ്പൂരിൻ്റെ ഒരു സ്വഭാവം അത് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അൻവർ 2 തവണ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമെന്ന് ആ കോട്ട പൊളിച്ച ചരിത്രമുണ്ട്. അൻവർ നേടിയത് ഇടതുപക്ഷത്തിൻ്റെ മാത്രം വോട്ടുകളല്ല, UDF നിന്ന് വോട്ടുകൾ അൻവറിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു പോയത്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു സാധ്യത പരിശോധിക്കുന്നത്? അൻവറിന് ലഭിച്ചതുപോലെ തന്നെ ഒരു പിന്തുണ UDF നിന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അൻവർ മത്സരിച്ചപ്പോൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുടെ വോട്ടും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടും UDFൻ്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. എന്നെപ്പോലൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാൽ തീർച്ചയായിട്ടും അതൊക്കെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. UDFൻ്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിൻ്റെ വോട്ടിന് പുറമെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടുള്ള വോട്ടുകളും ഒക്കെ ലഭിക്കും. അതോടൊപ്പം തന്നെ വികസനം മുന്നിൽ നിർത്തി ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിന് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള നിലപാടുള്ള വോട്ടുകളും ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ഫുട്ബോൾ താരം എന്ന നിലയിലും ഫുട്ബോൾ പരിശീലനം പല തരത്തിലും അങ്ങ് ആ ഒരു മേഖലയിൽ സുപരിചിതനാണല്ലോ. എങ്ങനെയാണ് കായിക മേഖലയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് കരുതുന്നുണ്ടോ ഈ ഒരു സ്ഥാനാർത്ഥി? തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ കേരളത്തിലെ 2 പ്രമുഖരായിട്ട് മുന്നണികൾ ഇന്നേ വരെ ഒരു കായിക താരത്തെ പരിഗണിച്ചിട്ടില്ല. കായിക താരത്തെ പരിഗണിച്ച ശ്രീശാന്ത് മുമ്പ് അസംബ്ലി മണ്ഡലത്തിൽ നിന്നിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇരു മുന്നണികൾ, നമ്മുടെ ഒരു മുന്നണി രാഷ്ട്രീയമാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുക. ഇരു മുന്നണികളും ഇന്നേ വരെ കായിക താരത്തെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു കായിക താരത്തെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് കായിക മേഖലക്കും കായിക താരങ്ങൾക്കുമുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ആ നൽകുന്ന അംഗീകാരം ജനങ്ങളും അംഗീകരിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇന്ത്യൻ ടീമിൽ അങ്ങ് ഡിഫൻഡറായിട്ടാണ് ഏറെക്കാലം കളിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഡിഫൻഡറായിട്ട് നിലമ്പൂരിലേക്ക് ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷയിൽ കുറഞ്ഞൊന്നുമില്ല എന്ന് കരുതാം അല്ലേ? ഡിഫൻഡറായിട്ട് കളിക്കുമ്പോൾ തന്നെ ഞാൻ വിങ് ബാക്കായിട്ടാണ് കളിച്ചത്. കുറച്ച് ഓവർലാപ്പ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കയറി കളിക്കാനും അങ്ങനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിജയ സാധ്യത ലഭിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്നാണെങ്കിലും വിജയപ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹം ഈ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. പ്രഖ്യാപനം വന്നാൽ അതിനുശേഷം സ്ഥാനാർത്ഥി പര്യടനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിലമ്പൂർ നിൽക്കും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നമുക്ക് ഒപ്പം ഇനിയുള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണ്. മറ്റാരുമല്ല, കലാകാരനും പാരഡി കലാകാരനായ ഫെലിക്സ് ദേവസ്യ. ഗ്യാസ് പ്രതിസന്ധി നമ്മുടെ അടുക്കളകളെയും നമ്മുടെ ഹോട്ടലുകളെയൊക്കെ കാര്യമായി ബാധിച്ച പശ്ചാത്തലമുണ്ട്. സമാനതകളില്ലാത്ത വിധമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഹോട്ടലുകാരും ബേക്കറിക്കാരും ഒക്കെ വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെ ഈ പ്രശ്നത്തിലേക്ക് പോയി എന്ന സാഹചര്യത്തെ ഹാസ്യാത്മകമായി അവതരിപ്പിച്ച ഒരു കലാകാരൻ കൂടിയാണ് ഫെലിക്സ് ദേവസ്യ. ഫെലിക്സിൻ്റെ ഈ പുതിയ പാരഡി ഗാനം വലിയ ഹിറ്റാണ് സോഷ്യൽ മീഡിയയിൽ. നമസ്കാരം സർ. നമസ്കാരം. അല്ല, ഞാൻ ഈ പാട്ട് ഇന്നലെയും ഇന്നുമൊക്കെ കേൾക്കുകയായിരുന്നു താങ്കൾ ഇതിന് മുൻപുള്ള ഒരുപാട് യൂട്യൂബ് വീഡിയോസും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി വ്യത്യസ്ത തലമുണ്ട് അല്ലേ? അതെ. കാരണം അത് നമ്മൾ നേരിട്ട് അനുഭവിക്കാതെ സെക്കൻഡറി ആയിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ യുദ്ധം നടക്കുന്നു, നമ്മുടെ വീട്ടിൽ അതിന്റെ അലയൊലികൾ വരുന്നു. സാധാരണ മറ്റു യുദ്ധങ്ങളൊന്നും റഷ്യ യുക്രൈനും ഒക്കെ ഒത്തിരി നാളെ യുദ്ധം ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിലേക്കോ നേരിട്ടോ നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ യുദ്ധത്തില് നമ്മളത് അനുഭവിക്കാൻ തുടങ്ങി. യുദ്ധത്തിന്റെ കെടുതി ചെറിയ തോതിലാണെങ്കിലും, ചെറിയ തോതിലല്ല, അതൊരു വലിയ തോത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ പാട്ട് വന്നത്, ഗ്യാസിന്റെ പ്രശ്നം വരുന്നത്. ഉജ്ജയിനിയിലെ ഗായിക എന്നുള്ള ആ ട്യൂണില് ചന്ദ്രന്റെ ഹോട്ടലിൽ ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞ് പാട്ട് എഴുതി തുടങ്ങിയത് ആ ഒരു കാരണം കൊണ്ടാണ്. അതിൻ്റെ വരികളും രസകരമായ വരികളാണ്. നമ്മൾ ഈ പാട്ടിൻ്റെ ട്യൂണിനൊപ്പിച്ച് ഈ വരികൾ എഴുതുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഈ കാലികമായുള്ള കാര്യങ്ങളുമായും ഈ ഗ്യാസ് പ്രതിസന്ധിയുമായൊക്കെ ബന്ധപ്പെട്ട് പോകണമല്ലോ. അതൊരു അല്പം സമയം എടുത്തോ? അല്ല, അത് അത്ര സമയം വേണ്ടി വരുന്നില്ല. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് വരികൾ വരും. ചില വിഷയങ്ങൾക്ക് സമയം എടുക്കാറുണ്ട്. ആ വരികൾ ഒപ്പിച്ചാലും മീറ്റർ ഒപ്പിച്ച് എഴുതാനായിട്ട് ചിലപ്പോൾ പ്രശ്നമായിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടായില്ല. കാരണം വിഷയങ്ങളെല്ലാം അറിയാവുന്നതാണ്, പ്രതിസന്ധി നമ്മുടെ മുമ്പിലുള്ളതാണ് അല്ലേ? അതിനെ ഭാവനയുടെ ഒരു തലവുമായി കൂട്ടിയോജിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. അതെ. അത് ഞാൻ ഇന്നലെ ഒരു വൈകുന്നേരം ഒരു സ്ഥിരം ഭക്ഷണം ദോശ കഴിക്കുന്ന തട്ടുകടയുണ്ട്. അവിടെ ചെന്നപ്പോൾ അവര് ചായയും കാപ്പിയും ചൂടുവെള്ളവും നിർത്തി.
കാരണം അവരുടെ കയ്യിൽ ഉള്ള കുറച്ച് ഇതുണ്ട്. ഒരാഴ്ച കൂടെ ഒക്കെ എങ്ങനെയും ഓടിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കുന്നത് ഇപ്പോഴുള്ള ഗ്യാസ് വെച്ചിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള അലങ്കാരങ്ങളെല്ലാം നിർത്തിയിട്ട് എന്താണ് ഖരരൂപത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ മാത്രമുള്ള അവിടെ. അതായത് വെള്ളമില്ല, ചൂടുവെള്ളം പോലും ഇല്ല, ചായ ഇല്ല, കാപ്പിയില്ല, ഒന്നുമില്ല. അതൊക്കെ അവർ നിർത്തി തുടങ്ങി. അവർക്ക് ഒരാഴ്ച കൂടെ എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവരുടെ ശ്രമം. അപ്പൊ നമ്മളെ ബാധിച്ച് തുടങ്ങിയത് വീടിനകത്തേക്ക് കയറിയിട്ടില്ലെന്നേ ഉള്ളൂ. അത് തുടർന്നാൽ അത് കയറാൻ സാധ്യതയുണ്ട്. തുടരാതിരിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ വിറകടുപ്പുകൾ നമുക്കറിയാം, പഴയ കാലത്തുള്ള നമ്മുടെയൊക്കെ തലമുറ, എൻ്റെയൊക്കെ തലമുറ കൊച്ചിയിലെ ചെറിയിലെ കണ്ടതാണ്. വിറകടുപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു. വിറകിന് നമ്മളൊക്കെ വിറക് വെട്ടിയിട്ട് ഗോഡൗൺ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ശേഖരിച്ച് കത്തിക്കുന്നു. അതൊക്കെ പൂർണ്ണമായും മാറുന്നു. ഇപ്പോൾ ഈ തലമുറ വിറകടുപ്പിലേക്ക് മാറുന്നു, വിറകടുപ്പുകൾ അന്വേഷിച്ചു പോകുന്നു. അതും ഒരു മാറ്റമാണ് ഇതിൻ്റെ ഭാഗമായി. അത് ഞാൻ അടുപ്പുകൾ എന്ന് പറയുന്നൊരു പാരഡി ഗാനം ഞാൻ എഴുതിയിട്ടുണ്ട്. അടുപ്പുകൾ ഇപ്പൊ എൻ്റെ ഓർമ്മയിൽ അതായത് 3 കല്ലുകൾ കൂട്ടി വെച്ച് അതിന്റെ താഴെ വിറക് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്ന എന്റെയൊക്കെ പ്രായത്തിലുള്ളവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറ്റിയെടുപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അറക്കപ്പൊടിയും കുറ്റിയെടുപ്പും. അതെ അതെ അതെ. അത് പക്ഷേ ഇപ്പോഴും ചില കടകളിലൊക്കെ കുറച്ച് നമ്മൾ ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോഴും അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടോ ഈ പ്രതിസന്ധിക്ക് മുമ്പും? അതെ അതെ. അതിനകത്ത് നല്ലതായിട്ട് ചൂട് നിൽക്കുമല്ലോ. അതിനുശേഷമാണ് മണ്ണെണ്ണ വരുന്നത്. മണ്ണെണ്ണ സ്റ്റൗ അതിനകത്ത് മറ്റേ കരട് കളയാനായിട്ട് നമ്മൾ കുത്തുകയൊക്കെ ചെയ്യുമല്ലോ. മണ്ണെണ്ണ സ്റ്റൗ വരുന്നു. മണ്ണെണ്ണയ്ക്ക് ശേഷം പിന്നീടൊക്കെയാണ് ഗ്യാസ് ഒക്കെ എത്തുന്നത്. ഗ്യാസും കഴിഞ്ഞ് പിന്നെ എന്താണ് ഇൻഡക്ഷൻ കുക്കർ വന്നു. പിന്നെ ഇപ്പൊ എന്താണ് എയർ ഫ്രയറോ, അങ്ങനെയൊക്കെ അത് വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഗ്യാസിന്റെ ഉപയോഗം ശീലിച്ചു പോയതുകൊണ്ട് ഗ്യാസിന് പകരമായിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതുപോലെ ശീലിച്ച് പോയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകാനാവില്ല. അത്രയേറെ പുക വരുമ്പോൾ പുക നമുക്ക് ഫ്ലാറ്റിലൊക്കെ എന്ത് ചെയ്യും? ഫ്ലാറ്റിലൊന്നും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. ഫ്ലാറ്റിൽ മുഴുവൻ കറണ്ടിലേക്ക് പോകേണ്ടി വരും. അപ്പൊ തന്നെയുമല്ല 1-2 സ്ഥലത്ത് ഇത്രയേറെ സംഗതി വിറകടുപ്പ് ഉപയോഗിച്ചുണ്ടാക്കുമ്പോൾ അത്രയേറെ പുകയും കൂടെ ഉണ്ടാകുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാം സ്കെയിൽ ഡൗൺ ചെയ്യണം എല്ലാ കാര്യങ്ങളും. ഈ ഹോട്ടലുകാരല്ല, വീടുകളിലും പ്രശ്നമാണ്. പല വീടുകളിലും വിറകടുപ്പ് ഉള്ള അടുക്കളകളില്ല. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് വിറകടുപ്പ് ഉണ്ടായിരുന്നു. അയാളത് പൊളിച്ചു കളഞ്ഞു. വേറൊരു സുഹൃത്ത് വീട് പണിഞ്ഞപ്പോൾ വിറകടുപ്പ് ഇല്ലാതെ പണിതു. ഇനിയിപ്പോ അവരെല്ലാവരും വിറക് വാങ്ങാനും ഒക്കെ പോകേണ്ടി വരും. ഇടയ്ക്ക് പുകയില്ലാത്ത അടുപ്പൊക്കെ ഒരു വലിയ ട്രെൻഡായിരുന്നു. ഇപ്പൊ അതും കാര്യമായി ആരും ചെയ്യുന്നില്ല. ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കുന്നതിലൊന്നും അങ്ങനത്തെ സംഗതികളില്ല. കാലം മാറുന്നതനുസരിച്ച് പോവാണ്. ഇപ്പൊ ലോകക്രമം കൃത്യമായി ഓടിക്കൊണ്ടിരുന്നാലേ ഇതെല്ലാം നടക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഈ പഴയ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് മടങ്ങേണ്ടി വരും എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് കൂടിയാണ്. പഴയതൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകരുത്. എവിടെയെങ്കിലും ഒരു മൂലയ്ക്കെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ ഈ പഴയ സാധനങ്ങളൊക്കെ വേണമെന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതെ 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 അതെ. അവിടെയും സ്ത്രീകളാണ് അതിനകത്ത് ബുദ്ധിമുട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പാട്ട് കൂടെ ചെയ്തിരുന്നു. വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ ആകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്ക്. അപ്പൊ ആ സമയത്ത് നേരിട്ട് അനുഭവിക്കുന്നത് വീട്ടമ്മമാരാണ്. 500 രൂപ അതിൽ വരുമ്പോൾ അവരുടെ അടുക്കളയുടെ ബഡ്ജറ്റ് താളം തെറ്റും. എല്ലാ പുരുഷന്മാരും അത് കൃത്യമായിട്ട് അറിയണമെന്നില്ല. ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് സ്ത്രീകൾക്കായിരിക്കും. ഈ അടുക്കളയിൽ ആരാണോ കയറുന്നത് അവർക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവരാണ് ഈ പുകയും അത് ഇതിനകത്ത് വരികളിൽ വരുന്നുണ്ട്. നമുക്ക് ആ പാട്ട് ഫെലിക്സ് സാറേ, നമുക്ക് ആ പാട്ടൊന്ന് പാടിയാലോ പ്രേക്ഷകർക്കായി? രസകരമായ വരികളാണ്. താങ്കൾ ആ താളത്തിൽ, ഉജ്ജയിനിയിലെ ഗായിക താളത്തിൽ ഒന്ന് പാടിയാൽ രസമായിരിക്കും. തീർച്ചയായിട്ടും. ചന്ദ്രന്റെ ഹോട്ടലിൽ ഗ്യാസില്ല, ടൗണിലെ ഹോട്ടലിൽ ഗ്യാസില്ല, കഞ്ഞിക്കുഴിയിലെ ഗോവൻ ചേട്ടന്റെ തട്ടുകടയിലും ഗ്യാസില്ല, അകലെയെങ്ങാണ്ടുള്ള പേർഷ്യൻ രാജ്യത്ത് അവരുടെ ശത്രുക്കൾ ബോംബിട്ടു, വേറൊരു രാജ്യത്ത് ബോംബുകൾ പൊട്ടിയാൽ എങ്ങനെ നമ്മുടെ ഗ്യാസ് മുടങ്ങും? വല്ലപ്പോഴും കാണൂ വാർത്തകൾ, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ഏതൊരു നേരവും റീലുകൾ കണ്ടിട്ട് മണ്ടത്തരം തന്നെ ചോദിക്കും. ഇന്ധനം വിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഇവരും തുരുതുര ബോംബിട്ടു, അവിടെ അടിയായാൽ ആകെയലമ്പാകും. ഇന്ത്യക്കാർ 1 കോടി അവിടെയില്ലേ? എന്തിനാണ് ഈ യുദ്ധം? ഇവനൊക്കെ എന്തിന്റെ സൂക്കേടാ? ഇങ്ങനെ പോയെന്നാൽ നമ്മുടെ രാജ്യത്ത്
പാചകവാതകം ക്ഷാമമാകും. കരണ്ടിൽ ആഹാരം പാകം ചെയ്തെന്നാൽ മാസാവസാനം ആ ബില്ല് വരും. വിറകടുപ്പുണ്ടെങ്കിൽ അതിലൊരു കൈ നോക്കാം, കുഴലുകൊണ്ടൂതി ഉപ്പാടുവരും. കഷ്ടം ഈ യുദ്ധങ്ങൾ വേണ്ടെന്നേ, ചർച്ച നടത്തിയാൽ സ്കോപ്പില്ലേ. ഏതൊരു യുദ്ധവും ബാക്കിയാക്കുന്നത് നഷ്ടവും കണ്ണീരും മാത്രമല്ലേ. വളരെ ഏതൊരു യുദ്ധവും കാലികമാണ്. ബാക്കിയാക്കുന്നത് അതെ, അവസാനത്തെ വരികളാണ് ശ്രദ്ധേയം. അവസാനത്തെ വരികൾ കുറച്ചുകൂടി അതെ അതെ യുദ്ധം അത് ഒരു ബാക്കിയാക്കുന്നത്. വീട്ടമ്മയും പറയൂ സാർ. അതെ അതെ ഒരു വീട്ടമ്മയും അവരുടെ ഭർത്താവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് ഈ പാട്ട്. രണ്ടുപേര് പാടുന്നതായിട്ടാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ വരി ഭർത്താവാണ് പാടുന്നത്. ഏതൊരു യുദ്ധവും ബാക്കിയാക്കുന്നത് നഷ്ടവും കണ്ണീരും മാത്രമാണ്. അതെ അതെ. ഈ അടുപ്പ് എന്ന് പറഞ്ഞൊരു നേരത്തെ ഒരു പാട്ടുണ്ടായിരുന്നു അല്ലേ താങ്കളുടെ? അതൊരു പാട്ട് അടുപ്പുകൾ എന്ന് പറഞ്ഞാൽ അടുപ്പുകൾ. അതൊന്ന് ഓർമ്മയുണ്ടോ? അതിന്റെ വരികളൊന്ന് പാടാമോ? അതിന്റെ വരികൾ പെട്ടെന്ന് ഓർക്കുന്നില്ലെങ്കിലും ഞാനത് നീലഗിരിയുടെ സഖികളെ എന്നുള്ള പാട്ടാണ്, സുപ്രഭാതം. അതിന്റെ വരികൾ ഞാൻ അത്ര ഓർമ്മയില്ല, എങ്കിലും ഞാൻ ഓർക്കുന്ന പോലെ പാടാം. പാടിയാട്ടെ. തുടക്കം ഇങ്ങനെയാണ്. കാപ്പി വേണോ കാപ്പി വേണോ കാപ്പി വേണോ, ചായ വേണോ ചായ വേണോ. ജീവവഴിയുടെ തുടക്കത്തിൽ തീയെ മെരുക്കി നാം, നാനാതരമാം അടുപ്പുകൾ എന്നും പാചകം ചെയ്യാൻ കണ്ടെത്തി നാം. കാപ്പി വേണോ ചായ വേണോ കഞ്ഞി വേണോ, മൂന്നാലു കല്ലുകൾ പെറുക്കി അടുക്കി അടുപ്പാക്കി പൂർവിക മനുഷ്യൻ. അങ്ങനെ പോകുന്നു. അല്ലാതെ താങ്കൾ ഈ പറഞ്ഞത് തുടക്കത്തിലെ വിറകടുപ്പ് മുതൽ പരിണാമം വന്ന് ഇൻഡക്ഷൻ കുക്കർ വരെയുള്ള അടുപ്പുകളുടെ ഒരു കഥയാണല്ലേ? അതെ അതെ, എയർ ഫ്രയർ വരെയുള്ള അടുപ്പുകളുടെ എനിക്കിപ്പോ കൃത്യമായി ഓർമ്മയില്ല. അങ്ങനെ ഒരു പാട്ട്. അത് ഓരോ കാലഘട്ടം അത് നമ്മൾ ഓർത്തു പോകേണ്ടതാണ്. പഴയ തലമുറ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വന്നിരുന്നത് എന്നുള്ളത്. ഇപ്പൊ വളരെ സൗകര്യങ്ങളാണുള്ളത്. ഈ സൗകര്യത്തിൽ നിന്ന് പെട്ടെന്ന് കട്ട് ഡൗൺ ചെയ്ത് നമ്മൾ വിറകിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം വിറക് കിട്ടാനില്ല, രണ്ടാമത് കിട്ടിക്കഴിഞ്ഞാലും അത് നമ്മൾ പണ്ടത്തെ വീട്ടമ്മമാരെ പോലെ അല്ല, അത് മാനേജ് ചെയ്തെടുക്കാൻ അറിയാലോ. പുകയും കരിയൊക്കെ വരും. അതെ, അതായത് ഈ നമ്മുടെ ഈ പഴയ കാലവും പുതിയ കാലവും ഞാനൊക്കെ ഇപ്പോൾ 45-46 വയസ്സായി. അപ്പോൾ നമ്മുടെ എൻ്റെയൊക്കെ തലമുറ പല കാലങ്ങൾ ഇപ്പോൾ നെല്ല് കുത്തി അരിയാക്കുന്നതും നെല്ല് പുഴുങ്ങുന്നതും ഒക്കെ കണ്ടു. മൊബൈൽ ഇല്ലാത്ത കാലം കണ്ടു, മൊബൈൽ ഉള്ള കാലം കണ്ടു. നമുക്ക് മനസ്സിലാകുന്ന ഈ പഴയ നമ്മൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ. പക്ഷേ ഈ പുതിയ സംവിധാനങ്ങൾ, പുതിയ സൗകര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് പ്രതിസന്ധി. അതിന് സർക്കാർ സംവിധാനങ്ങളും പണവുമൊക്കെ ഒരുപാട് ആവശ്യം വരുന്നൊരു പ്രശ്നം ഈ പുതിയ തലമുറകളെ ഇനി അങ്ങോട്ട് ബാധിക്കുമെന്ന കാര്യം സംശയമില്ല. താങ്കൾ പറഞ്ഞതുപോലെ ആ ക്രമത്തിൽ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇതെല്ലാം തകർന്ന് അടിയും. അതെ അതെ അതെ, അത് തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് നമ്മൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ മുഴുവൻ താളവും തെറ്റും. ഇപ്പോൾ പഴയ വിറകടുപ്പിലൊക്കെ നമുക്ക് വിറക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞ എളുപ്പം, പരിസരത്തൊക്കെ പോയി കുറച്ച് ചൂട്ടുകറ്റകളും വിറകൊക്കെ ചുള്ളിയിലൊക്കെ പിറക്കൊണ്ട് വന്ന് വളരെ പെട്ടെന്ന് ചായ ഇട്ട് കൊടുക്കാൻ പ്രയാസമില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ വീടുകൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു പ്രശ്നം വന്നാൽ ഗ്യാസ് ഇല്ല. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിന്റെ ക്ഷാമം ഏറ്റവും പുതിയ റിപ്പോർട്ട് അതാണ്. ഇൻഡക്ഷൻ കുക്കർ കിട്ടാനില്ല കടകളിൽ. അത് ആൾക്കാർ ഈ കടയിൽ നേരത്തെ ഇത് വെറുതെ ഒരു മൂലയ്ക്ക് വെച്ചിരുന്ന സാധനം ഇപ്പോൾ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ് വരുമ്പോൾ കൊടുക്കാനുള്ളവരുടെ പ്രയോറിറ്റി അനുസരിച്ച്. അതൊക്കെയാണ് അവസ്ഥ. തന്നെയല്ല, ഇൻഡക്ഷൻ കുക്കർ വളരെ കറണ്ട് ചാർജ് വളരെ കൂട്ടുന്ന ഒരു സംഗതിയാണ്. അതാണ് ഞാൻ പാടിയത്. ഇന്ധനം ബിൽ, കറണ്ടിൽ ആഹാരം പാകം ചെയ്തെന്നാൽ മാസാവസാനം ആ ബില്ല് വരും, അതും കൂടെ വരും. അതെ അതെ അതെ. മറ്റ് കുറെ ശ്രദ്ധേയമായ പാരഡി ഗാനങ്ങൾ ഉണ്ടല്ലോ. ഓർത്തെടുക്കുന്ന കാലികമായ ഒന്നുകൂടി ഒന്ന് പാടാമോ? ഏതെങ്കിലും ഒരു പാട്ടുകൂടി. അതായത് ഒരു മിനിറ്റ്. ഇപ്പൊ ഞാന് ഇത് നമ്മുടെ പെരുമ്പളം നിവാസികൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതുന്നത്, അതായിരുന്നു തൊട്ടു മുമ്പ് എഴുതിയിരുന്നത്. അത് നമ്മുടെ ഒന്നാം മാനം പൂവാനം എന്നുള്ളത്. നാട്ടാർക്കെല്ലാം ഉത്സാഹം, കുട്ടികൾക്കെല്ലാം സന്തോഷം, പന്തീരായിരം നാട്ടാർക്കിന്നതിമോദം,
മാരിവില്ലിൻ നിറമുള്ള ചേലത്ത പാലം, അങ്ങനെ ഒരു പാട്ട്. ഇത് വലിയ സ്വീകാര്യതയുണ്ടല്ലേ ഈ പാരഡി ഗാനങ്ങളിലൂടെ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ആളുകൾ സ്വീകരിക്കാനും ഒക്കെ കുറച്ചുകൂടി മറ്റു തലമുറയുടെ സംഭാഷണം യൂട്യൂബ് ചാനലിലൂടെ സംഭാഷണത്തിന് അപ്പുറത്ത് ഇതിന് വേറൊരു തലം കൂടി ഉണ്ട്. പിന്നെ പാട്ടിന് ഭയങ്കര പവറാണ്. നമ്മളൊരു കാര്യം അതാണ് ചൊല്ലിപ്പടി തല്ലിപ്പടി താളം എന്നൊക്കെ പറയുന്നല്ലേ. ചൊല്ലിപ്പടിക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. നമ്മുടെ ബ്രെയിനിലേക്ക് അത് കൂടുതലായിട്ട് പെട്ടെന്ന് കയറിയിരിക്കും. പാട്ടുകൾ നമ്മൾ മറന്നു പോകാത്തതും ഡയലോഗ്സ് ഗദ്യരൂപത്തിലുള്ളതൊക്കെ നമ്മൾ മറന്നു പോവുകയും ചെയ്യും. പദ്യങ്ങൾ നമ്മൾ മറക്കില്ല. കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നു. കുട്ടിക്കാലത്ത് ഒത്തിരി പാഠങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലുള്ള ഇപ്പൊ നാടക രൂപത്തിലൊക്കെ പഠിക്കും. പക്ഷെ അതിലെ ഡയലോഗ്സ് എല്ലാം നമ്മൾ മറന്നു പോകും. പക്ഷെ പദ്യങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രായമായാലും നമ്മൾ മറന്നു പോകുന്നില്ല. അത് ആ പാട്ടിന്റെ ആ ഫോം നമ്മുടെ തലയ്ക്കകത്ത് കുറെ കൂടെ നന്നായിട്ട് എംബഡ് ചെയ്ത് കയറുന്നതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഈ പാരഡി രംഗത്തേക്കൊക്കെ വന്നത് നേരത്തെ മുതൽ അതുണ്ടോ അതോ യൂട്യൂബ് ചാനലിന് ശേഷം തുടങ്ങിയ ശേഷമാണോ ഇത് കൂടുതലായിട്ട് താങ്കൾ ശ്രദ്ധിക്കുന്നത്? നേരത്തെ മുതൽ താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ എളുപ്പം. എനിക്ക് പറഞ്ഞാൽ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് 3D ആനിമേഷൻ ആണ്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി ആനിമേഷൻസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ കോവിഡിന് ശേഷമാണ് ഇത്തരം ഒരു ഹോബിയൊക്കെ തുടങ്ങിയത്. കോവിഡിന്റെ സമയത്ത് വർക്കൊക്കെ നിലച്ചു പോയിട്ട് നമുക്ക് ഇഷ്ടം പോലെ സമയം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പാരഡി പാട്ടുകളോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നേരത്തെ മുതലേ. പാരഡി പാട്ടുകൾ ധാരാളം കേൾക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ചെറുപ്പം തൊട്ടേ നമ്മളെ കഴിയുന്നത് പോലെയൊക്കെ പാരഡി എഴുതുകയും കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. വി ഡി രാജപ്പന്റെ വലിയ ആരാധകനായിരുന്നു. അദ്ദേഹത്തിന്റെ തമാശകളും അദ്ദേഹത്തിന്റെ സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ അദ്ദേഹം കൊടുക്കുന്ന ചില ട്രിക്ക് നമ്പറുകളൊക്കെ ഉണ്ട്. ചില തിയേറ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പറുകൾ, ഇടയ്ക്കൊരു കരച്ചിലും ചിരിയും ഒക്കെ വന്നിട്ടുള്ള എന്താണ് ഒരു കാൽപ്പനികമായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ. തന്നെയല്ല അദ്ദേഹത്തിന്റെ ഒരു മൈക്രോ ലെവലിലുള്ള ഒരു നിരീക്ഷണമുണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ നിരീക്ഷിക്കുക, എലികളെ നിരീക്ഷിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൃഗങ്ങളെ വെച്ചിട്ട് ഞാനൊരു 4-5 എണ്ണം എഴുതിയിട്ടുണ്ട്. തവളയെ കുറിച്ച് പാട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അരിക്കൊമ്പന്റെ പാട്ടുകൾ, ആനയുടെ വികാരത്തെ വെച്ചിട്ട് അരിക്കൊമ്പന്റെ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പശുവിനെ കുറിച്ച് പാട്ടുണ്ട്, കടുവയെ കുറിച്ച് പാട്ടുണ്ട്. അങ്ങനെ മൃഗങ്ങളെ വെച്ച് ഞാൻ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. വി ഡി രാജപ്പന്റെ സ്ഥിരം ശൈലിയായിരുന്നു ചികയുന്ന സുന്ദരി. മനോഹരമായിരുന്നു ആ കാലം. ചികയുന്ന സുന്ദരി ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ചികയുന്ന സുന്ദരി. പിന്നെ വേറെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചികയുന്ന സുന്ദരിയിലെ 1-2 നല്ല രസമുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. സുന്ദരിയിലെ പാട്ട് കൊത്തിപ്പിറക്കുന്ന എന്തോ ഒരു നെന്മണി കണ്ടാൽ എന്റെ അമ്മച്ചി എങ്ങനെ ഞാൻ തേച്ചു പോരും. അതെ എന്റെ പൊന്നമ്മച്ചി. അതെ അതാണ് അതിന്റെ കഥ ഷേക്സ്പിയറിന്റെ കഥയാണ്. അത് ബസ്സുകൾ തമ്മിലുള്ള പ്രണയം. അയ്യോ അത് നല്ല രസമുള്ള സംഭവം. അതിന്റെ പേര് അവളുടെ പാർട്സുകൾ. അവളുടെ പാർട്സുകൾ. പുലേനാർ മണിയമ്മയുടെ പാരഡി ഉണ്ടായിരുന്നു. പുലേനാർ പരപരാ വെളുത്തപ്പോൾ മരങ്കോച്ചും തണുപ്പത്ത് മണസോപ്പും കയ്യിലേന്തി കടവിലെത്തി. അതെ. അതുപോലെ ഇതിനകത്ത് മഞ്ഞൾ പ്രസാദവും ബോണറ്റിൽ തേച്ച് മഞ്ഞും കൊണ്ട് എങ്ങോട്ടാ പെണ്ണെ, മഞ്ഞൾ പ്രസാദവും ബോണറ്റിൽ തേച്ച് മഞ്ഞും കൊണ്ട് എങ്ങോട്ടാ പെണ്ണെ, ഇന്നെന്റെ ടെസ്റ്റിംഗ് സ്റ്റാൻഡിൽ വരത്തില്ല, മറ്റന്നാൾ കാലത്ത് കാണാം. അങ്ങനെ കാലമായിരുന്നു പാരഡിയുടെ വലിയ സുവർണ്ണ കാലമായിരുന്നു അദ്ദേഹത്തിന്റെ. എനിക്ക് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ ഒരു വിഭാഗമേ അങ്ങ് ചില മിമിക്രിക്കാരുടെ മാത്രം ഒരു കുത്തകയായി മാറി. അതിന്റെ സംഭവം എന്ന് വെച്ചാൽ സ്റ്റോറി ഉണ്ട്. അതിനകത്തൊരു സ്റ്റോറി ലൈൻ ഉണ്ട് VDR പാട്ടുകൾക്ക്. അതൊരു സ്റ്റോറി ലൈൻ ഇല്ലാതെ നമ്മൾ വെറുതെ തമാശയ്ക്ക്, അതായത് ജസ്റ്റ് ഫോർ ഫൺ ആയിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റോറി ആയിട്ട് ചെയ്ത് വരുമ്പോൾ അതിനൊരു കുറച്ചുകൂടെ ഒരു വെയിറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ആ പാട്ടുകളൊന്നും നമ്മൾ മറന്നു പോകാത്തതുകൊണ്ട്. അതെ. നന്ദി എന്തായാലും സാർ, താങ്കളുടെ രസകരമായ സംഭാഷണത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഭാവിയിലും പ്രേക്ഷകരെ അങ്ങ് രസിപ്പിക്കട്ടെ. പാരഡി എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ശാഖയാണ്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി. കോഴിക്കോട് കുറ്റ്യാടിയിലെ ജനകീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സംഘവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. അടുക്കൊത്ത് വെനിസിയ ടർഫിൽ ആയിരങ്ങൾ പങ്കെടുത്ത ഇഫ്താർ വിരുന്നിന് ചെയർമാൻ ബഷീർ നരയങ്കോട്, കൺവീനർ മുഹമ്മദ് ബഷീർ, ട്രഷറർ KM ബഷീർ, കമ്മിറ്റി മെമ്പർ മാർ
കമ്മിറ്റി മെമ്പർമാർ 100ഓളം വരുന്ന വോളണ്ടിയർ നൽകി ചടങ്ങിൽ KP നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KP കുഞ്ഞുമുഹമ്മദ് കുട്ടി മാസ്റ്റർ MLA, കായക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UV ബിന്ദു, KM അഭിജിത്ത്, മേനിക്കണ്ടി അബ്ദുള്ള മാസ്റ്റർ, ജമാൽ പാറക്കൽ, ബ്ലോക്ക് മെമ്പർ EP സാജിദ, PC രവീന്ദ്രൻ മാസ്റ്റർ, KT ജെയിംസ്, വിവിധ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഡോക്ടർ C സച്ചിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.